സമുദായസ്യ രാഷ്ട്രസ്യ ധർമ്മസ്യാർത്ഥസ്യ വാകൃതേ കൃതിന പ്രയതന്തെ തേ ഗൃഹിണോ മതിശാലിനഃ. മതിശാലിനഃ കൃതിനഃ, ബുദ്ധിശാലികളും സത്തുക്കളുമായ തേ ഗൃഹിണഃ, ആ ഗൃഹസ്ഥാശ്രമികൾ, സമുദായസ്യ രാഷ്ട്രസ്യ, സമൂഹത്തിനും രാഷ്ട്രത്തിനും, ധർമ്മസ്യ അർത്ഥസ്യ, ധർമ്മത്തിനും അർത്ഥത്തിനും വേണ്ടി കൃതേ പ്രയതന്തേ, പ്രയത്നിക്കുന്നു. അതായത് ഗൃഹസ്ഥാശ്രമികൾ നല്ലവരായിട്ടുള്ള, കൃതിനഹ എന്ന് വെച്ചാൽ സത്കൃതിനഹ, നല്ലവരായിട്ടുള്ള ഗൃഹസ്ഥാശ്രമികൾ എങ്ങനെ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയില്ല നാം നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയെന്ന്. അവര് ബുദ്ധിശാലികളാണ്. സത്തുക്കളായിട്ടുള്ള ആളുകൾക്ക് സദ്ബുദ്ധി ഉള്ളത് കൊണ്ട് അവർ പറയുന്നു സമൂഹത്തിനും രാഷ്ട്രത്തിനും ധർമ്മത്തിനും അർത്ഥത്തിനും വേണ്ടിയിട്ട് പ്രയത്നിക്കണം. അർത്ഥം എന്തിനു വേണ്ടിയിട്ടാണ്? അർത്ഥം എന്ന് പറഞ്ഞാൽ സമ്പത്ത്. സമ്പത്തിന് വേണ്ടി പ്രയത്നിക്കണം, ധർമ്മത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കണം, രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കണം, സമൂഹത്തിന് വേണ്ടി പ്രയത്നിക്കണം. നല്ല ഗൃഹസ്ഥാശ്രമി അങ്ങനെ ചെയ്യും. അപ്പം അങ്ങനെ പ്രയത്നിക്കാൻ കഴിയുന്നവനാണ് നല്ല ഗൃഹസ്ഥാശ്രമി. നമ്മളെ പോലെയുള്ള ആളുകൾ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെ ചിന്തിക്കുന്ന പോലുമില്ല. രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഒരു വീട് തന്നെയാണ്. ഒരു സംസ്കാരത്തെ കേടുകൂടാതെ കൊണ്ടുപോകുക എന്നുള്ളത് ഒരു രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ഒരു വീട്, ആ വീട്ടിൽ തന്നെ ഒരു സംസ്കാരത്തെ നിലനിർത്തി കൊണ്ടുപോകുന്ന പോലെ ഒരു രാഷ്ട്രം അതിൻ്റെ ഒരു ഭാവനയെ, സദ്ഭാവനയെ നിലനിർത്തി കൊണ്ടുപോകുന്നു. അതിൽ ഗൃഹസ്ഥന്മാർ പങ്കാളികളായിരിക്കണം. ഗൃഹസ്ഥാശ്രമികൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ പാടില്ല. അപ്പം നമ്മുടെ ചുറ്റുപാടുമുള്ള സമൂഹത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ചെയ്യണം. അത് നിർദോഷമായ രീതിയിൽ ചെയ്യണം, നിഷ്കാമമായ രീതിയിൽ ചെയ്യണം. അതിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിലൊരു പ്രതീക്ഷ ഉണ്ടാകും, അതിലൊരു ആഗ്രഹം ഉണ്ടാകും. ഈ ആഗ്രഹങ്ങളാണ് നമ്മളെ വെട്ടിലാഴ്ത്തുന്നത്. ആഗ്രഹങ്ങളോടുകൂടി എന്തെങ്കിലും ചെയ്താൽ ആഗ്രഹിച്ച ഫലം ഉണ്ടായില്ലെങ്കിൽ നമ്മൾ നിരാശരായിട്ട് തീരും, ദുഃഖിതരായിട്ട് തീരും. അതുകൊണ്ട് വീണ്ടും ജനസേവനം ചെയ്യാനോ സമുദായ സേവനം ചെയ്യാനോ രാഷ്ട്രസേവനം ചെയ്യാനോ നമുക്ക് തോന്നുകയില്ല. നമ്മൾ ആഗ്രഹിച്ചതുപോലെ നടക്കാതെ വന്നതുകൊണ്ട് അതൊരാഘാതമായി നമ്മളെ വേദനിപ്പിക്കും. അതുകൊണ്ട് ഒന്നും ആഗ്രഹിക്കാതെ നാം ഈശ്വരസേവ എന്ന രീതിയിൽ കർമ്മങ്ങൾ ചെയ്ത് ലോകത്തിനെയും സന്തോഷിപ്പിക്കണം, നാം സന്തോഷിക്കുന്നതോടൊപ്പം തന്നെ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സമുദായസ്യ രാഷ്ട്രസ്യ ധർമ്മസ്യ അർത്ഥസ്യ വാകൃതേ കൃതിന പ്രയതന്തേ തേ ഗൃഹിണോ മതിശാലിനഃ.